ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോലെ ഭട്ടൂരയുടെ ചോലെ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭട്ടൂര ഉണ്ടാക്കുന്നില്ല, ചോലയാണ് ഉണ്ടാക്കുന്നത്. ഭട്ടൂര അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ചോലെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 350 ഗ്രാമോളം വെള്ളക്കടല എടുത്ത് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം, വലുതായതുകൊണ്ട് ഒരു സവാള എടുത്തിരിക്കുന്നത്. തക്കാളി 2 എണ്ണം എടുത്തു. ജീരകപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ ഇത് മുഴുവൻ മസാല. ഇതിൽ പട്ടയും കറിയാമ്പു, തക്കോലം, വലിയ ഏലക്ക, ചെറിയ ഏലക്ക എല്ലാം കൂടി അടങ്ങിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു 5 അല്ലി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതൊക്കെയാണ് നമുക്ക് ചോലെ മസാല വേവിക്കാൻ ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് കൊടുത്തു. ഈ കടലയുടെ അളവിൻ്റെ കുറച്ച് മേലെ വെള്ളം വെച്ച് കൊടുക്കാം. ഇനി ഈ കടല വേവിക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യണം. നമുക്ക് ഇതിലേക്ക് ഒരു ടീ ബാഗ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം. ഒരു ബ്രൗൺ കളറിലാണ് നമുക്ക് ഈ കടല വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് ചായപ്പൊടിയാണ് ഈ ടീ ബാഗിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ കിഴികെട്ടി ഇട്ട് കൊടുക്കാം, അപ്പോൾ അല്ലെങ്കിൽ ടീ ബാഗ് ഇട്ട് കൊടുത്താലും മതി. ടീ ബാഗ് പൊട്ടിപ്പോയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, കിഴികെട്ടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു കിഴി ഉണ്ടാക്കുക. എന്നിട്ട് അതങ്ങനെ ഈ കടലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. വെന്ത് കഴിഞ്ഞ ശേഷം ഈ കിഴി എടുത്ത് നമുക്ക് മാറ്റാം. എല്ലാം കൂടി ചേർത്ത് വെക്കാം. വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണി എടുത്താൽ മതി കേട്ടോ, കിഴി കെട്ടാനായിട്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കടല വേവിക്കുമ്പോൾ എപ്പോഴും ആദ്യത്തെ എയർ വരുന്നത് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ വന്നോട്ടെ. അതിനുശേഷം തീ കുറച്ച് കൊടുക്കുക. സിമ്മിലിട്ടിട്ടാണ് അടുത്ത 3 എയർ 4 എയർ കേൾക്കേണ്ടത്. ഇനിയിപ്പം നമുക്കതിന് വേണ്ടിയുള്ള മസാലപ്പൊടികളെടുക്കാം. മുളക് പൊടി എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട് 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇത് ചെനാമസാലപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തു. ഡ്രൈ മാംഗോ പൗഡർ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. 2 പിഞ്ച് കായപ്പൊടി. ഇത് അയമോദകമാണ്. അയമോദകം നമ്മൾ പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇല്ല, മുഴുവനായിട്ടുള്ള അയമോദകമാണെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂണോളം മതി. 1/4 ടീസ്പൂണും തികച്ച് വേണ്ട, എങ്കിലും ഒരു കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മസാലയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ നേരത്തെ നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് സവാള നന്നായിട്ട് അരച്ചെടുക്കാം. ആ സവാള ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. കണ്ടോ, സവാള അരച്ചെടുത്തു. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മസാല തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതെല്ലാം ഒന്ന് നേരത്തെ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇനി തക്കാളി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ കടല വേവുന്ന സമയം കൊണ്ടിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചോല മസാല ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തക്കാളിയും ഇതുപോലെ നമ്മൾ അരച്ചെടുത്തു, മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം എന്നില്ല, നന്നായി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതും നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇഞ്ചി കഷ്ണം ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. നല്ലപോലെ ചതച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്ക്, കണ്ടോ, നല്ലപോലെ ചതച്ച് കിട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി അരച്ചതും സവാള അരച്ചതും എല്ലാം നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടല ഏകദേശം വേവാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം. 4-5 എയറൊക്കെ പോയി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അതിൻ്റെ എയർ പോകുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. ഇത്തരം കറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം 1 ടീസ്പൂൺ അളവിലാണ് ജീരകം എടുത്തിരിക്കുന്നത്, അതിട്ട് പൊട്ടിക്കുക. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മുഴുവൻ മസാല, അതായത് പട്ട, കറിയാമ്പു, ഏലക്ക, ചെറിയ ഏലക്ക, വലിയ ഏലക്ക എല്ലാം നന്നായി പൊട്ടിക്കുക. അതിനുശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നല്ലപോലെ ഫ്ലെയിം കയറ്റി വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പിടാതെയാണ് കേട്ടോ വേവിച്ചത്. സവാള നന്നായി വഴങ്ങി വരുന്നുണ്ട്. സവാളയുടെ പേസ്റ്റ് നല്ലപോലെ വഴങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന തക്കാളി അരച്ചത് അതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഏകദേശമൊക്കെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവാളയും തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരളവിലാണ് നമുക്ക് നന്നായിട്ട് വഴങ്ങി കിട്ടേണ്ടത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഡ്രൈ മാംഗോ പൗഡർ, ജീരകപ്പൊടി, കായപ്പൊടി, ചെനാമസാല പൗഡർ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അയമോദകം ഉണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ചേർക്കാം. മസാല കുത്തുമണം മാറുമ്പോഴേക്കും നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തിയും ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. കണ്ടോ, മസാല ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഉരുണ്ട് ചേർന്ന് വരുന്നൊരു അവസരം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഉരുണ്ട് ചേർന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അതാണ് അതിൻ്റെ പാകം കേട്ടോ. മസാല പാകമായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് മസാല എല്ലാം കൂടി ഉരുണ്ട് ചേർന്ന് വരും. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കി കടല നോക്കാം. കണ്ടോ, കിഴി ഒരു കളർ വ്യത്യാസം വന്നേക്കുന്നത് കണ്ടോ, കിഴിയിലൊക്കെ കണ്ടോ. ആ ചായ പൊടിയുടെ കറ ആണ് നമുക്ക് ഈ കടലയ്ക്ക് കളർ മാറ്റാനായിട്ട് വേണ്ടത്. നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ കറയൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ടീ ബാഗ് നമുക്കങ്ങ് കളഞ്ഞേക്കാം. കണ്ടോ, കടലയ്ക്കൊരു കളർ വ്യത്യാസം വന്നേക്കുന്നത് കണ്ടോ. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. കുറച്ചുകൂടെ ഡാർക്കായി എന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മസാല നല്ലപോലെ ഇവിടെ പാകമായിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കടല ചേർത്ത് കൊടുക്കാം. കടലയും അതിനോട് ചേർന്ന് നമ്മൾ വേവിച്ചിരിക്കുന്ന വെള്ളവും കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം കളയരുത് കേട്ടോ. കാരണം ആ ഒരു കളറുള്ള വെള്ളം തന്നെയാണ് നമുക്ക് ഈ മസാല ഒന്ന് മിക്സായി കിട്ടാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ആ വെള്ളം കളയരുത്. അതോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. ആ മസാലയും നമ്മൾ തക്കാളിയും സവാളയും എല്ലാം കൂടി ഇതിൽ ചേർത്താണല്ലോ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് ഈ കടല നന്നായിട്ട് മിക്സ് ചെയ്ത് ചേരട്ടെ. ഇനി ഒരു അരക്കപ്പോളം ചെറു ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായിട്ട് ചെറുതീയിൽ ഒന്ന് തിളച്ച് മസാല ചേർന്ന് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെന്ന് വെച്ച് കുഴപ്പമില്ല. ഈ സമയത്ത് പാകം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മറക്കരുത്. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു പച്ചമുളക് ഒരു 5-8 ഇതുപോലെ നടുകെ മുറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ചെറുതീയിൽ നമുക്ക് വേവിക്കേണ്ടതുണ്ട്. ഇതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം. മല്ലിയില ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ തുറന്ന് നോക്കിയിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി മല്ലിയിലയിട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശമൊക്കെ നമ്മുടെ കറി പാകമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ശരിക്കും നല്ല മസാല ചേർന്ന് നമുക്ക് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. മസാല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് ഈ കടലയിൽ ചേർന്ന് പിടിച്ചാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ, ചോലെ ഭട്ടൂരയുടെ കൂടെ നമ്മൾ കടകളിലൊക്കെ പോയി കഴിക്കുന്ന കടല കറിയാണിത്. മസാല ചോലെ കറി അല്ലേ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി കടകളിലൊന്നും പോയി നമുക്ക് ചോലെ ഭട്ടൂര കഴിക്കേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചോലെ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അടുത്ത ദിവസം ഭട്ടൂര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക, സന്തോഷമായിരിക്കുക. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു.